ആടിയുലഞ്ഞ് സ്വർണ്ണ വിപണി. ഇന്ന് സാമ്പത്തിക ആവശ്യങ്ങൾ വരുമ്പോൾ കയ്യിലുള്ള സ്വർണം തന്നെയാണ് ഏവരുടെയും ആശ്വാസം. അതിനാൽ തന്നെ സ്വർണം വിറ്റഴിക്കാതെ വായ്പ എടുക്കാൻ സാധിക്കുന്ന രണ്ട് പ്രധാന മാർഗങ്ങളാണ് ഇന്നുള്ളത്. സ്വർണ്ണ പണയവും സ്വർണ്ണ ഓവർഡ്രാഫ്റ്റും ഇന്ന് എല്ലാവർക്കും അറിയാം. സ്വർണം എന്നത് വെറുമൊരു ആഭരണം മാത്രമല്ല, ഒരു സേവിങ്സ് കൂടിയാണ്. പലരും സ്വർണത്തെ അത്രത്തോളം ഇഷ്ടപ്പെട്ട് തന്നെയാണ് വാങ്ങുന്നത്. എന്തൊക്കെ പറഞ്ഞാലും സ്വർണത്തോടുള്ള മലയാളികളുടെ പ്രണയം ഒരു ആഭരണത്തോടുള്ള ഭ്രമം മാത്രമല്ല എന്ന് ഓർക്കണം. ഏറ്റവും സുരക്ഷിതമായ ഒരു നിക്ഷേപ മാർഗം കൂടിയാണ് ഈ പൊന്ന്. കഴിഞ്ഞ ദിവസങ്ങളിലെ റെക്കോർഡ് കുതിപ്പിന് ശേഷം സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ വലിയൊരു കുറവ് തന്നെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ മൊത്തം സ്വർണ്ണ ഉപഭോഗത്തിന്റെ 40% ദക്ഷിണേന്ത്യയിലാണെങ്കിലും അതിന്റെ 1/3 കേരളത്തിലാണ് ഉപയോഗിച്ചു വരുന്നത്. അതിൽ സ്വർണം കൂടുതൽ ഉപയോഗിക്കുന്നത് നഗരപ്രദേശങ്ങൾ മാത്രമല്ല, ഗ്രാമപ്രദേശങ്ങൾ പോലും സ്വർണ്ണാഭരണങ്ങൾക്കായി വൻതോതിൽ ചെലവഴിക്കുന്ന പട്ടികയിൽ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. സ്വർണത്തിന്റെ സൗന്ദര്യവും സമൃദ്ധിയും കാരണം കേരളീയർ സ്വർണം സൂക്ഷിക്കുന്നുണ്ടെങ്കിലും അവർ സ്വർണം സൂക്ഷിക്കുന്നതിന്റെ പ്രധാന കാരണം പണം തന്നെയാണ്. അടിയന്തര പണം സ്വരൂപിക്കാൻ തന്നെയാണ് ഈ സ്വർണം ഉപയോഗിക്കുന്നത്. കേരളത്തിലെ കുടുംബങ്ങൾ പലപ്പോഴും സ്വർണത്തിന്മേൽ വായ്പയും എടുക്കാറുണ്ട്. അതായത് മലയാളികളുടെ ജീവിതത്തിൽ സ്വർണത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് തന്നെ കയ്യിലുള്ള സ്വർണം പണമായി മാറ്റാനുള്ള മാർഗം തന്നെയാണ് ഇന്നേവരും കണ്ടെത്തുന്നതും. സ്വർണം വിറ്റഴിക്കാതെ വായ്പ എടുക്കാൻ സാധിക്കുന്ന മാർഗങ്ങളും ഇന്ന് സുലഭമാണ്. അതിൽ സ്വർണ്ണപ്പണയവും സ്വർണം ഓവർഡ്രാഫ്റ്റുമാണ് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. ഇതിലേതാണ് കൂടുതൽ ലാഭകരമെന്ന സംശയം ഇന്ന് പലർക്കുമുണ്ട്. അതായത് സ്വർണ്ണപ്പണയം എന്നത് സ്വർണം പണയം വെച്ച് ഒരു നിശ്ചിത തുക ഒരുമിച്ച് വായ്പ ലഭിക്കുന്ന സംവിധാനമാണ്. പ്രത്യേകിച്ച് ബാങ്കുകളിലും NBFT സ്ഥാപനങ്ങളിലുമാണ് സാധാരണയായി സ്വർണ്ണപ്പണയം ലഭിക്കുന്നത്. ഈ വായ്പയ്ക്ക് നിശ്ചിത കാലാവധിയാണ് രേഖപ്പെടുത്തുക. ആ കാലാവധിക്കുള്ളിൽ തന്നെ തുക ഒരുമിച്ച് തിരിച്ചടയ്ക്കേണ്ടതാണ്, അല്ലെങ്കിൽ EMI ആയി അടയ്ക്കണം. സ്വർണ്ണപ്പണയത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആവശ്യാനുസരണം പണം ലഭിക്കുമെന്നത് തന്നെയാണ്. ക്രെഡിറ്റ് സ്കോർ വലിയ പ്രശ്നമാകാത്തതുകൊണ്ട് തന്നെ സ്ഥിരവരുമാനം ഇല്ലാത്തവർക്കും ഈ വായ്പ എളുപ്പത്തിൽ ലഭിക്കുമെന്നത് തന്നെയാണ് സ്വർണ്ണപ്പണയത്തിലേക്ക് ആളുകളെ ശ്രദ്ധയാകർഷിക്കുന്നത്. സാധാരണയായി സ്വർണ്ണപ്പണയത്തിന്റെ പലിശ നിരക്ക് ഓവർഡ്രാഫ്റ്റിനേക്കാൾ കുറവായിരിക്കുമെന്നതും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്നാൽ മുഴുവൻ തുകയ്ക്കും പലിശ നൽകേണ്ടി വരുന്നത് ഇതിന്റെ പ്രധാന ദോഷമായി വിദഗ്ധർ പറയുന്നു. സ്വർണം ഓവർഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് സ്വർണം പണയം വെച്ച് ഒരു ഓവർഡ്രാഫ്റ്റ് ലിമിറ്റ് അനുവദിക്കുന്ന സംവിധാനമാണ്. അതായത് ഈ പരിധിക്കുള്ളിൽ ആവശ്യത്തിന് മാത്രം പണം പിൻവലിക്കാം എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഉപയോഗിച്ച തുകയ്ക്ക് മാത്രം നിങ്ങൾ പലിശ നൽകിയാൽ മതി. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം അതുതന്നെയാണ്. സ്വർണം ഓവർഡ്രാഫ്റ്റ് സാധാരണയായി ബിസിനസ്സുകാരും സ്വതന്ത്ര വരുമാനമുള്ളവരും തിരഞ്ഞെടുക്കുന്ന ഒരു സംവിധാന രീതിയാണ്. കാരണം പണം ആവശ്യമുള്ളപ്പോൾ മാത്രം നിങ്ങൾക്ക് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ തിരിച്ചടച്ചാൽ വീണ്ടും ഉപയോഗിക്കാനും സാധിക്കും. എന്നാൽ സ്വർണ്ണപ്പണയത്തേക്കാൾ അല്പം കൂടുതലായി പലിശ ഇതിനുണ്ട്. അതായത് അക്കൗണ്ട് പരിപാലന ചെലവുകളും ചില സ്ഥാപനങ്ങളിൽ നിങ്ങളിൽ നിന്നും ഈടാക്കുന്നുണ്ട്. എന്തായാലും സ്വർണ്ണപ്പണയമാണോ ഓവർഡ്രാഫ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അത് ഓരോ വ്യക്തിയുടെയും സമയത്തിന്റെയും ആവശ്യകതയുടെയും സാമ്പത്തിക സാഹചര്യത്തെയും അടിസ്ഥാനമാക്കിയാണ്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.